അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി: ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ സ്വർഗീയ ആരാമങ്ങളിലും അരുവികളിലുമായിരിക്കും. അവരവിടെ അവരുടെ രക്ഷിതാവ് നൽകിയത് അനുഭവിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ നേരത്തെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു. സത്യവിശ്വാസികളെ, ഈ വെള്ളിയാഴ്ച നമുക്കേറെ പ്രിയങ്കരായ അനുകമ്പയുടെ നിറകുടങ്ങളായ നമ്മുടെ ഉമ്മമാരെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഉമ്മമാർ അള്ളാഹു പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന സർവൈശ്വര്യങ്ങളുടെ ഉറവിടങ്ങളാണ്. നമ്മുടെ ദീനിൽ ഉമ്മമാർക്ക് വലിയ പദവിയും മഹത്തായ സ്ഥാനവുമുണ്ട്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ വല്ല യാത്രാ സംഘങ്ങളും വന്നാൽ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു: നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന ഒരാളുണ്ടോ? അങ്ങനെ നിരന്തരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു: താങ്കളാണോ ഉവൈസ്? അദ്ദേഹം പറഞ്ഞു: അതെ, ഞാനാണ് ഉവൈസ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞാൻ താങ്കളെ അന്വേഷിക്കുവാൻ കാരണം ഒരിക്കൽ പ്രവാചകർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടതുകൊണ്ടാണ്. സ്വന്തം ഉമ്മാക്ക് ധാരാളമായി നന്മ ചെയ്യുന്ന ഉവൈസ് ബിൻ ആമിർ എന്നൊരാൾ പിന്നീട് ഇവിടെ വരും. അദ്ദേഹം അള്ളാഹുവിനെ മുൻനിർത്തി ശപഥം ചെയ്തുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കും. അതുകൊണ്ട് ഉമറെ, അദ്ദേഹത്തെ കൊണ്ട് താങ്കൾക്കു വേണ്ടി അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തിക്കാൻ സാധിച്ചാൽ താങ്കൾ അത് ചെയ്തേക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉവൈസ്, താങ്കൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. ഉവൈസ് റളിയല്ലാഹു അൻഹു ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്തു. സ്വർഗം കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ച മഹോന്നതനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസ് റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മാക്ക് ഗുണം ചെയ്യുന്നവരാണ് എന്ന വിശേഷണമുള്ളവരായതിനാൽ അദ്ദേഹത്തെ കൊണ്ട് തനിക്കു വേണ്ടി പ്രാർത്ഥന നടത്തിക്കുവാൻ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്നു. എത്ര വലിയ സ്ഥാനമാണ് അള്ളാഹുവിങ്കൽ ഉമ്മ അലങ്കരിക്കുന്നത് എന്നും എത്ര മഹത്തരമായ പദവിയാണ് ഉമ്മാക്ക് അല്ലാഹു നൽകിയത് എന്നും നാം ആലോചിക്കേണ്ടതാണ്. പല പ്രവാചകന്മാരെയും ഉമ്മാക്ക് നന്മ ചെയ്യാൻ അല്ലാഹു പ്രത്യേകം ഉപദേശിച്ചത് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് നോക്കൂ: വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കാരം നിലനിർത്തുവാനും സകാത്ത് കൊടുക്കുവാനും അള്ളാഹു എന്നെ ഉപദേശിച്ചു. മാത്രമല്ല, അള്ളാഹു എന്നെ എൻ്റെ ഉമ്മാക്ക് നന്മ പ്രവർത്തിക്കുന്നവനും ആക്കിയിരിക്കുന്നു. ഉമ്മാക്ക് നന്മ പ്രവർത്തിക്കുക എന്നാൽ അവരോടുള്ള കടപ്പാടു തീർക്കുക, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരോട് കരുണയും ആർദ്രതയും പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ്. സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മമാർ അങ്ങനെയാണ്. അവരുടെ മഹത്വവും നമുക്കായുള്ള സഹനവും എപ്പോഴും ഓർക്കാൻ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യരെ നാം ഉപദേശിച്ചിട്ടുണ്ട്. അവന്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത്. നാം ഉമ്മാന്റെ ഗർഭാശയത്തിലുണ്ടെന്നറിഞ്ഞപ്പോ നമ്മുടെ ഉമ്മ സന്തോഷിച്ചില്ലേ? അവരുടെ ഉള്ളിൽ നാം ഒരു കുഞ്ഞായി വളരുന്നു എന്ന് മനസ്സിലായപ്പോ അവർ ആനന്ദിച്ചില്ലേ?
ദുർബലയായിരുന്നിട്ടും നമ്മുടെ ഭാരം അവർ ചുമന്നില്ലേ? നാം ഭാരം വെച്ചപ്പോഴെല്ലാം അവരുടെ ബുദ്ധിമുട്ടും വർദ്ധിച്ചു കൊണ്ടിരുന്നില്ലേ? അവസാനം നമ്മെ പ്രസവിക്കാൻ എത്ര വേദനയാണ് അവർ സഹിക്കേണ്ടി വന്നത്. ഒരു നാവിനും ഒരു പേനയ്ക്കും അത് വർണ്ണിക്കാനാവില്ല. അള്ളാഹു തന്നെ പറഞ്ഞു, ഹമലത്ഹു ഉമ്മുഹു കുർഹ വവളഅത്ഹു കുർഹ. ഏറെ ക്ലേശത്തോടെയാണ് മനുഷ്യനെ അവന്റെ ഉമ്മ ഗർഭം ചുമന്നത്. അവനെ പ്രസവിച്ചതും പ്രയാസം സഹിച്ചുകൊണ്ടുതന്നെ. നീ ഭൂമിയിലെത്തിയ ശേഷം നിന്നെ കാണുമ്പോൾ ഉമ്മ എല്ലാ വേദനയും മറക്കും. അവരുടെ എല്ലാ പ്രതീക്ഷകളും അവർ നിന്നിൽ ബന്ധിച്ചു. കുറവൊന്നും വരുത്താതെ, ഒട്ടും ക്ഷീണിക്കാതെ പിന്നീട് ഉമ്മ നിന്നെ സേവിച്ചു. അവരുടെ മടിത്തട്ട് നിനക്കു വിരിപ്പാക്കി, അവരുടെ മാറിടം നിനക്കന്നം ചുരത്തി. നീ ഉറങ്ങുവോളം ഉമ്മ ഉറങ്ങിയില്ല. നിന്റെ ആകുലത അവരേറ്റെടുത്തു. നിന്റെ വേദന അവർ അനുഭവിച്ചു. നിന്റെ സന്തോഷം അവരുടെ സന്തോഷമായി. നിന്റെ പുഞ്ചിരി അവരുടെ ആനന്ദമായി. നിനക്ക് വേണ്ടി എന്തെല്ലാമാണ് അവർക്ക് ത്യജിക്കേണ്ടി വന്നത്. നിന്റെ ഇഷ്ടത്തിനായി അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർ വേണ്ടെന്ന് വെച്ചു. അള്ളാഹു തന്നെ സത്യം. നമ്മുടെ ഉമ്മമാരെ സന്തോഷിപ്പിക്കാനായി നമ്മുടെ കൈവശമുള്ള മുഴുവൻ സ്വത്തും നാം ചെലവഴിച്ചാലും ഉമ്മയോടുള്ള കടപ്പാട് തീർന്നു പോവില്ല. പിന്നെയും എങ്ങനെയാണ് നമ്മിൽ ചിലർക്ക് ഉമ്മാക്ക് അത്യാവശ്യത്തിനു വേണ്ട സാമ്പത്തിക സഹായം പോലും നൽകാതെ അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയുന്നത്? ആ ഉമ്മ തന്നെയാണ് സ്വത്ത് മുഴുവൻ നമുക്കായി ചെലവഴിച്ചത്, കരുണ കൊണ്ട് നമ്മെ വലയം ചെയ്തത്. പിന്നെയും എങ്ങനെയാണ് സ്വന്തം ഉമ്മാനെ നമുക്ക് രൂക്ഷമായി നോക്കാനും പരുഷമായ വാക്കുകൊണ്ട് അവരധിക്കരിക്കാനും കഴിയുക? ഉമ്മയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാനും അവരോട് കുത്തുവാക്കു പറയാനും നമുക്കെങ്ങനെയാണ് കഴിയുക? നമ്മുടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് എന്തേ നാം ഒന്നും കേൾക്കാതെ പോയത്? ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. ഉമ്മമാരോട് നന്ദികേട് കാണിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഉമ്മമാരോടും നമ്മുടെ സഹധർമ്മിണിമാരോടും മക്കളോടും ജോലിയോടുമെല്ലാമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം കൃത്യമായി പാലിച്ചാണ് മുന്നോട്ടു പോവേണ്ടത്. ഉമ്മ എന്ന വികാരത്തിന് മറ്റൊന്നും തടസ്സമാവരുത്. അത് നീതിയല്ല. ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെയൊന്നു കാണാനും അങ്ങനെ മനസ്സിന് ഒരാശ്വാസം കിട്ടാനും പകൽ മുഴുവൻ നീയൊന്നു വരുന്നത് കാത്തിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിന്റെ ശബ്ദമൊന്നു കേട്ട് ആശ്വസിക്കാൻ നിന്റെ ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. മൂസാ നബിയെ നദിയിലൊഴുക്കിയ ശേഷം പ്രിയപ്പെട്ട മാതാവ് അനുഭവിച്ച വ്യഥ ഖുർആൻ ചിത്രീകരിച്ചത് നാം കണ്ടിട്ടില്ലേ? മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സ് അതിനുശേഷം അങ്ങേയറ്റം അസ്വസ്ഥമായി. ഇനി നമ്മെ കാത്തിരിക്കുകയും ശേഷം നമ്മെ കാണാതിരിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുകയും എന്നിട്ടതു നടക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉമ്മാനെ നാം ഒന്ന് മനസ്സിൽ കാണുക. രാത്രി മയങ്ങുമ്പോൾ പ്രതീക്ഷ മങ്ങി ഹൃദയം തകർന്നിരിക്കേണ്ടി വരുന്ന ഉമ്മയെ മനസ്സിലാക്കാതെ നമ്മുടെ ഹൃദയം എവിടെയാണ്? ഉമ്മാനോടുള്ള നന്മയെന്നാൽ നാം എന്താണ് മനസ്സിലാക്കിയത്? നമ്മുടെ പ്രവാചകർ ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിന് മറ്റെല്ലാതിനേക്കാളും പ്രാധാന്യം നൽകിയത് നമുക്കറിയില്ലേ? ഒരാൾ വന്ന് പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി? ഖാല ഉമ്മുക ثم ഉമ്മുക ثم ഉമ്മുക ഖാല ثم മൻ? ഖാല ثم അബൂക. അനുചരൻ വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുന്നത്, പ്രവാചകരെ, ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത്, പെരുമാറേണ്ടത് ആരോടാണ്? 3 തവണ ആവർത്തിച്ചു പ്രവാചകർ നൽകിയ മറുപടി ഉമ്മ എന്നായിരുന്നു. പിന്നീടാരാണ് എന്ന് ആ സ്വഹാബി വീണ്ടും ചോദിച്ചപ്പോൾ 4ാമത് ഉപ്പയെയാണ് പ്രവാചകർ പറഞ്ഞത്. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം ഉമ്മാക്ക് നന്മ ചെയ്യുന്നത് ഏറ്റവും വലിയ ആരാധനയാണ്, സമ്പൂർണമായ പുണ്യകർമ്മമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല
മിൻ ബിർരിൽ വാലിദ, ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് പ്രിയങ്കരമായ, അള്ളാഹുവിനോട് സമീപസ്ഥമായ ഒരു കർമ്മവും എനിക്കറിയില്ല. അതുകൊണ്ട് ഉമ്മമാർക്ക് നാം നന്മ ചെയ്യുക. സത്യവിശ്വാസികളെ, നമ്മുടെ ഉമ്മ നമ്മുടെ കൺമുന്നിലെ നിധിയാണ്, നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യമാണ്. ഉമ്മയുടെ സാന്നിധ്യം നാം ഉപയോഗപ്പെടുത്തുക. ആവുന്ന സമയത്ത് അവർ അള്ളാഹുവിലേക്കു തിരിച്ചു പോകുന്നതിന് മുമ്പ് അവർക്കു സേവനം ചെയ്യുക. അവർ തിരിച്ചുപോയാൽ വന്നുപോയ വീഴ്ചയിൽ നാം ദുഃഖിക്കും. ആ കൈയും തലയും ഒന്ന് ചുംബിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നു നാം ആഗ്രഹിക്കും. ആ ആർദ്രത ഒന്നുകൂടി അനുഭവിക്കാനായെങ്കിലെന്നും ആ കൺമുന്നിൽ കുറച്ചുനേരം ഇരിക്കാനും ആ കണ്ണിലൽപ്പം നോക്കാനും അവർക്കു മനസ്സറിഞ്ഞു സേവനം ചെയ്യാനും ഒന്നുകൂടി അവസരം ലഭിച്ചെങ്കിലെന്നും നാം ആശിച്ചു പോകും. അതുകൊണ്ട് അവസരം നഷ്ടമാവുന്നതിനു മുമ്പ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പ്രവാചകർ നൽകിയ മുന്നറിയിപ്പ് കാണുക. റഗിമ അംഫു സുമ്മ റഗിമ അംഫു സുമ്മ റഗിമ അംഫു റജുലിൻ അദ്റക വാലിദൈഹി അഹദഹുമാ ഔ കിലൈഹിമാ ഇൻദൽ കിബർ ലം യദ്ഖുലിൽ ജന്ന. വയസ്സായ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവർ രണ്ടിലൊരാളോ ഉണ്ടായിരുന്നിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ ആരാണോ അവനു തന്നെയാണു സർവനാശം, അവനു തന്നെയാണു സർവനാശം, അവനു തന്നെയാണ് സർവനാശം എന്നു 3 തവണ പ്രവാചകർ ആവർത്തിച്ചു പറഞ്ഞു. അതുകൊണ്ട് നാം ഉമ്മയെ മനസ്സിലാക്കുക, അവർക്കു നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പ്രവാചകരുടെ രീതിയാണ്, നമ്മുടെ സമൂഹത്തിന്റെ പൈതൃകമാണ്. ഈ മഹത്തായ രാജ്യത്ത് നാം തലമുറകളെ വളർത്തുന്നത് ഉമ്മമാരെ ആദരിക്കുവാനും അവരോടുള്ള കടപ്പാട് വീട്ടുവാനും അവർക്ക് ഹദിയ നൽകുവാനും പഠിപ്പിച്ചുകൊണ്ടാണ്. കാരണം അവരാണ് ധീരന്മാർക്കു ജന്മം നൽകുന്നത്. നാടിന് കരുത്തും കാവലും ശക്തിയുമായി മാറുന്ന പോരാളികളെ വളർത്തി വലുതാക്കുന്നതും ഉമ്മമാരാണ്. നാം എല്ലാ ആദരവും സ്നേഹാഭിവാദ്യവും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കു നേരുകയാണ്. ഒരിക്കലും ഉമ്മമാരോട് നന്ദികേടു കാണിക്കാതിരിക്കുക. കാരണം നന്ദിയും നന്ദികേടും നമുക്ക് തിരിച്ചു ലഭിക്കുന്ന കടമാണ്. അതുകൊണ്ട് ചിന്തിച്ചു തെരഞ്ഞെടുത്ത് നമ്മുടെ ഉമ്മമാരുമായി ഇടപഴകുക. നാളെ നാം അനുഭവിക്കാൻ പോകുന്നത് ഇന്ന് നാം നമ്മുടെ ഉമ്മമാർക്ക് എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ്. ഉമ്മ മരണപ്പെട്ടു പോയാൽ നന്മയുടെ വാതിലുകൾ അടഞ്ഞുപോയി എന്നു തെറ്റിദ്ധരിക്കാതിരിക്കുക. അവരോട് സൽക്കർമ്മം ചെയ്യാനുള്ള വഴികൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നും തിരിച്ചറിയുക. ഒരു നല്ല പ്രാർത്ഥന കൊണ്ട് അവരുടെ ഖബറിന് വെളിച്ചം പകരുക. ഒരു സ്വദഖ ജാരിയ കൊണ്ട്, ദാനധർമ്മം കൊണ്ട് അവരുടെ ആത്മാവിന് സന്തോഷം നൽകുക. നമ്മുടെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നീട് 3 മാർഗങ്ങളിലൂടെയല്ലാതെ അദ്ദേഹത്തിന് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയില്ല. അവയിലൊന്ന് സ്വദഖ ജാരിയയാണ്. അതായത് ദീർഘകാലം ഫലം അനുഭവിക്കാനാവുന്ന സ്വദഖകളാണ്, ദാനധർമ്മങ്ങളാണ്. രണ്ടാമത്തേത് ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന അറിവുകളാണ്. എന്നാൽ മൂന്നാമത്തേത് മരണപ്പെട്ടയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ മക്കളാണ്. അതുകൊണ്ട് ഉമ്മമാർക്കും ഉപ്പമാർക്കും വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുക. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഉമ്മാക്കു വേണ്ടി പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെയ്യുക, അവരുടെ കടങ്ങൾ വീട്ടുക, നേർച്ചകൾ പൂർത്തിയാക്കുക, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക, കുടുംബബന്ധം നിലനിർത്തുക. വിശിഷ്യ ഉമ്മാന്റെ സഹോദരിമാരെ, നമ്മുടെ ഇളയമ്മമാരെയും മൂത്തുമ്മമാരെയും സന്ദർശിക്കുക, അവർക്കു സേവനം ചെയ്യുക. കാരണം പ്രവാചകരു പറഞ്ഞിട്ടുണ്ട്, അൽ ഖാലതു ബിമൻസിലത്തിൽ നമ്മുടെ ഉമ്മാന്റെ സഹോദരിമാർ ഉമ്മമാരെ പോലെ തന്നെയാണ്. ഒരിക്കൽ ഒരാൾ പ്രവാചകനോട് വന്ന് ആവലാതി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വലിയ പാപം ചെയ്തു, എനിക്കിനി മോചനമുണ്ടോ, തൗബയുണ്ടോ? പ്രവാചകർ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. താങ്കളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഉടനെ പ്രവാചകർ ചോദിച്ചു, ഉമ്മയുടെ സഹോദരിമാർ, ഇളയമ്മമാരോ മൂത്തുമ്മമാരോ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് പ്രവാചകരെ. അപ്പോൾ പ്രവാചകർ പറഞ്ഞത്, വന്നുപോയ ആ വലിയ പാപം പൊറുക്കാൻ ഉമ്മാന്റെ സഹോദരിമാർക്ക് നന്മ ചെയ്യുക എന്നായിരുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.